അപ്പോക്കാലിപ്സിൽ നിന്നും അതിജീവിക്കാൻ 3 വഴികളാണുള്ളത്. എല്ലാം വാങ്ങുന്നു, എല്ലാത്തിനും വ്യക്തത ഇല്ലാതാകുന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നീ ഇത് വായിക്കുകയാണെങ്കിൽ നീ അതിജീവിക്കും. ദി എൻഡ്. അപ്പോക്കാലിപ്സ് അതിജീവിക്കാൻ 3 മാർഗങ്ങൾ. ഫൈനൽ എപ്പിസോഡ് എന്ന് മൊബൈൽ സ്ക്രീനിൽ കാണിക്കുന്നു. ശരിക്കും ആ നോവൽ തീർന്നു എന്ന് അവന് വിശ്വസിക്കാൻ പറ്റിയില്ല. അവൻ പിന്നെയും സ്ക്രീനിൽ താഴോട്ട് സ്വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്രയേ ഉള്ളുവോ എന്നവൻ സംശയത്തിൽ ചോദിച്ചു. ദി എൻഡ് എന്ന സ്ക്രീനിൽ. തിരക്ക് പിടിച്ച ട്രെയിനിൽ അവൻ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ നോവൽ തീർന്നത് വിശ്വസിക്കാൻ പറ്റാതെ അവൻ പരിഭ്രാന്തിയിലായി. ഇങ്ങനെയാണ് ഞാൻ മറ്റുള്ളവരോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 10-9 പ്രാവശ്യവും അവരെന്നെ തെറ്റിദ്ധരിക്കും. ഓ, അപ്പോൾ നിങ്ങൾ ഒറ്റ മകനാണ് അല്ലേ എന്നൊരാൾ ചോദിച്ചു. അതെ സാർ, പക്ഷെ അതല്ല ഞാൻ പറയാൻ വന്നത് എന്നവൻ മറുപടി പറഞ്ഞു. ആഹാ, പിന്നെ എങ്ങനെയാണ് പറയാൻ വന്നത് എന്നയാൾ ചോദിച്ചു. സാർ, അതെൻ്റെ പേരാണ്. എൻ്റെ പേര് ഡോജ്ക കിം. എൻ്റെ അച്ഛൻ തന്ന പേരാണ്. ഞാൻ ശക്തനും സ്വതന്ത്രനുമായി വളരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ഒരു കണക്കിന് എൻ്റെ പേര് എനിക്കൊരു ശാപമാണ്. കാരണം ജീവിതകാലം മുഴുവനും ഞാൻ ഏകാന്തനും അവിവാഹിതനുമാണ് എന്ന് പറഞ്ഞ ശേഷം അദ്ദേഹം എംപ്ലോയി കാർഡ് കാണിച്ചു കൊടുത്തു. ഈ കാർഡ് അദ്ദേഹം നോക്കിയ ശേഷം ശരി, മനസ്സിലായി എന്ന് പറഞ്ഞു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതാണ് ഞാൻ, ഡോക്ടർ കിം, 28 വയസ്സ്. ഒരു 3ാം റേറ്റ് കോളേജിൽ നിന്ന് ബിരുദം നേടി നിലവിൽ ഒരു വലിയ കോർപ്പറേഷനിൽ ഒരു അനുബന്ധ സ്ഥാപനത്തിൽ കരാറുകാരനായി ജോലി ചെയ്യുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിലേക്കുള്ള വഴിയിൽ സബ്വേയിൽ വെബ് നോവൽ വായിക്കുന്നതാണ് എൻ്റെ ഹോബി. എന്നാൽ ഇന്നത്തെ സബ്വേ റൈഡ് വ്യത്യസ്തമായിരുന്നു. ഡോക്ടർ അവൻ്റെ ഫോണിൽ മുഴുകിയിരിക്കുകയായിരുന്നു. എങ്ങനെ പോയാൽ നീ ഫോണിനുള്ളിൽ വീഴ്ന്നു പോകുമല്ലോ എന്നൊരു സ്ത്രീ അവൻ്റെ അടുത്ത് പറഞ്ഞു. അവൻ ഞെട്ടി നോക്കി. അവളെ നോക്കിയപ്പോൾ HR ഡിപ്പാർട്ട്മെൻറ്റിലെ സംഘായു എന്ന് മനസ്സിലായി. ഹലോ എന്നവൻ പറഞ്ഞു. വീട്ടിലോട്ടുള്ള വഴിയാണോ എന്നവൾ ചോദിച്ചു. അതെ, നിങ്ങളോ എന്നവൻ ചോദിച്ചു. ഇന്ന് ഞാൻ ലക്കിയാണ്. എൻ്റെ ടീം മാനേജർ ഇപ്പോൾ ഒരു ബിസിനസ് ട്രിപ്പിലാണ് എന്നവൾ പറഞ്ഞു. ഫേമസ് ആയ സംഘയെ ഞാൻ ഇന്ന് കണ്ടുമുട്ടി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് ഡോക്ടർ ചിന്തിച്ചു. നിങ്ങൾ പൊതുവെ സബ്വേയിലാണോ വീട്ടിൽ പോകുന്നത് എന്നവൻ ചോദിച്ചു. അല്ല, ശരിക്കും പറഞ്ഞാൽ എൻ്റെ സൈക്കിൾ ആരോ എടുത്തു, അതുകൊണ്ട് ഞാൻ ഇന്ന് ട്രെയിനിൽ യാത്ര ചെയ്തു എന്നവൾ പറഞ്ഞു. നിങ്ങൾ സൈക്കിളിലാണോ എപ്പോഴും വീട്ടിൽ പോകുന്നത് എന്നവൻ ചോദിച്ചു. അതെ, വർക്കുള്ളത് കൊണ്ട് എനിക്ക് സമയം കിട്ടാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിൽ പോകുന്ന ടൈം എക്സസൈസ് ചെയ്യാമെന്ന്. അതുകൊണ്ട് ഞാൻ സൈക്കിൾ യാത്ര ആരംഭിച്ചു. പിന്നെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളുമുണ്ട് എന്നവൾ മറുപടി പറഞ്ഞു. ഇവളുടെ കൂടെ ഇരുന്നപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് ഇവൾ ഫേമസ് ആയതെന്ന് അവൻ വിചാരിച്ചു. എന്തെങ്കിലും ആകട്ടെ, ഇതിനൊക്കെ ഇപ്പോൾ പ്രസക്തിയില്ല. അവളും ഞാനും തികച്ചും വ്യത്യസ്ത ജീവിതങ്ങളാണ് ജീവിക്കുന്നത്. ഇന്നത്തെ ട്രെയിൻ യാത്ര വ്യത്യസ്തമാണെന്ന് പറയാൻ കാരണം സാങ്കായല്ല. അവൾ സ്പാനിഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ കൂടെ ഇരുന്നപ്പോൾ അവന് മനസ്സിലായി ഇവൾ അവൻ്റെ ലെവൽ അല്ലെന്ന്. നിങ്ങൾ പഠിക്കുകയാണോ എന്നവൻ ചോദിച്ചു. നീ എന്താണ് വായിക്കുന്നത് എന്നവൾ അവൻ്റെ ഫോണിൽ നോക്കാൻ ശ്രമിച്ചു. അവൾ അവൻ്റെ ഫോൺ സ്ക്രീനിൽ കണ്ടു അപ്പോക്കാലിപ്സിന് ശേഷം ലോകം ചാപ്റ്റർ 1. അത് നോവലല്ലേ എന്നവൻ ചോദിച്ചു. നോവലല്ല, കൊറിയൻ ഭാഷാ പഠനം എന്ന് പറയാം എന്ന് ഹാസ്യത്തിൽ അവൻ പറഞ്ഞു. എനിക്ക് നോവൽ ഇഷ്ടമാണ്. എൻ്റെ ഫേവററ്റ് എഴുത്തുകാരൻ ആരാണ്? അവൾ അവളുടെ ഫേവററ്റ് എഴുത്തുകാരുടെ പേരുകൾ പറഞ്ഞു. പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല എന്നവൻ പറഞ്ഞു. ശരിയാ, ജോലി കഴിഞ്ഞ് വീട്ടിലേക്കുള്ള വഴിയിൽ സബ്വേയിൽ വെബ് നോവൽ വായിക്കുന്നതാണ് എൻ്റെ ഹോബി. ഞാൻ എൻ്റെ ഹോബിയിൽ അഭിമാനിക്കുന്നില്ല. ഇന്നത്തെ കാരണം മറ്റൊന്നിൽ നിന്നും വ്യത്യസ്തമാണ്. അപ്പോക്കാലിപ്സ് അതിജീവിക്കാൻ 3 വഴികൾ. ചുരുക്കത്തിൽ TWSA. ഞാൻ കഴിഞ്ഞ 10 വർഷമായി ഈ നോവൽ വായിക്കുന്നു. എന്നാൽ ഇന്ന് ഈ നോവൽ അവസാനിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് വെറുമൊരു നോവലല്ലേ എന്ന്. പക്ഷേ ഈ നോവൽ എനിക്ക് സ്പെഷ്യലാണ്. അവൻ ആ നോവലിൻ്റെ ഡീറ്റെയിൽസ് നോക്കുന്നു. ഇവൻ മാത്രമാണ് ആ നോവൽ വായിച്ചിരുന്നത്. ഞാൻ 8ാം ക്ലാസ് മുതൽ വായിക്കുന്നതാണ്. സ്കൂളിൽ ബുള്ളി ചെയ്യപ്പെട്ടപ്പോൾ ഞാനത് വായിച്ചു. ഞാൻ എൻട്രൻസ് പരീക്ഷയിൽ തോറ്റപ്പോൾ, 3ാം റേറ്റ് കോളേജിൽ എത്തിയപ്പോൾ, എൻ്റെ സൈനിക സേവനത്തിനിടെ ദൗർഭാഗ്യവശാൽ എന്നെ മുൻനിരയിൽ നിർത്തിയപ്പോൾ, പിന്നെ ഇപ്പോഴും സ്ഥിരതയില്ലാത്ത ഒരു കോൺട്രാക്ട് വർക്കറായപ്പോഴും. നാശം. ഇതിൻ്റെ പോയിൻ്റ് എന്താണ്? വർഷങ്ങളായി ഞാൻ പിന്തുടരുന്ന ഈ സാങ്കല്പിക ലോകം അവസാനിക്കാൻ പോവുകയാണ് എന്നതിൻ്റെ കൈപ്പേറിയ മധുരം കലർന്ന ഇമോഷൻ. ഇന്ന് TWSAയുടെ എപ്പിലോഗ് അപ്ലോഡ് ചെയ്യുന്ന ദിവസമാണ്. 3149 എപ്പിസോഡുകൾ അടങ്ങുന്ന ഒരു ഗംഭീര സീരിയൽ. എൻ്റെ കൗമാരത്തിൻ്റെ അവസാനത്തിൽ ആരംഭിച്ച് എൻ്റെ യൗവനത്തിൽ അവസാനിച്ച 10 വർഷത്തെ നീണ്ട യാത്ര. വെറും ഒരാൾ മാത്രം വ്യൂ കൗണ്ടുള്ള ഒരു സീരീസ്. ആദ്യത്തെ ചാപ്റ്ററിന് 1200 വ്യൂ കൗണ്ട് ഉണ്ടായിരുന്നു.
പിന്നെ ചാപ്റ്റർ 50 ആയപ്പോൾ അത് ഞാൻ മാത്രമായി. എനിക്കായി മാത്രം എഴുതിയ കഥയായിരുന്നു അത്. എഴുത്തുകാരന് ഡൊണേഷൻ കാശ് കൊടുക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഞാനും അറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നു. അതുകൊണ്ട് നന്ദി സൂചകമായി ഞാൻ എഴുത്തുകാരന് താങ്ക് യു കമൻറ്റ് ചെയ്യാറുണ്ട്. ഞാൻ എല്ലാവരോടും ഈ നോവൽ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. പക്ഷേ അവർ എന്നെ അതിൻ്റെ നോവലിസ്റ്റ് എന്നോ ശ്രദ്ധ നേടാൻ വേണ്ടി ഡ്രാമ കാണിക്കുന്നതെന്നോ അവർ പറയും. ഒന്ന് വായിച്ചാൽ മനസ്സിലാകും ഈ നോവലിൻ്റെ ഗ്രേറ്റ്നെസ്. അപ്പോൾ സംഘ അവൻ്റെ പേര് വിളിച്ചു. അവൾക്ക് സംശയം തോന്നാതിരിക്കാൻ അവൻ അവളോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവൻ അവളെ കൺഗ്രാജുലേറ്റ് ചെയ്തു. അവൾ കഴിഞ്ഞ മാസമാണ് ഫുൾ ടൈമായി കമ്പനി നിയോഗിച്ചത്. അതിൻ്റെ ആവശ്യമില്ല, അസസ്മെൻറ്റ് ഇനിയും ബാക്കിയുണ്ടെന്ന് അവൾ പറഞ്ഞു. സംഘ നല്ലൊരു വ്യക്തിയാണ്. ഒരുപക്ഷെ അവൾ നോവലിലെ കഥാപാത്രങ്ങളായിരുന്നെങ്കിൽ അവൾ അതിലെ നായികയാവും. എൻ്റെ നിലവാരമോടെ അവളുടെ നിലവാരമോടെ. ഡോക്ജ, നിനക്ക് വേണമെങ്കിൽ ഞാൻ ആപ്പിൻ്റെ പേര് പറഞ്ഞു തരാം എന്നവൾ പറഞ്ഞു. ഞാനൊരു വ്യത്യസ്ത ജേൺറയിലായിരുന്നെങ്കിൽ, എൻ്റെ ജീവിതത്തിൻ്റെ ജേൺറ ഒരു നോൺ ഫിക്ഷൻ ആയിരുന്നെങ്കിൽ ഞാൻ കഥയിലെ നായകനായിരിക്കുമായിരുന്നു എന്നവൻ ചിന്തിച്ചു. പെട്ടെന്ന് ട്രെയിൻ കുലുങ്ങി. അവൾ ഭയന്നു. വായിക്കണ്ട എന്നവൻ അവളെ സമാധാനിപ്പിച്ചു. ആപ്പിൻ്റെ പേര് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നവൻ അവളോട് പറഞ്ഞു. ഇപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, എൻ്റെ ജീവിതത്തിലെ ജേൺറ നോൺ ഫിക്ഷനാണ്. ഈ ജേൺറയിൽ ഞാൻ നായകനല്ല, ഞാൻ വെറുമൊരു വായനക്കാരൻ എന്നവൻ വിചാരിച്ചു. എൻ്റെ ജീവിതം ഞാൻ ജീവിക്കണം എന്ന് അവൻ അവളോട് പറഞ്ഞു. ആ വാക്കുകൾ അവളെ ആകർഷിപ്പിച്ചു. അവൾ ഡോക്ജയെ ആ വാക്കുകൾ പറഞ്ഞതിന് അഭിനന്ദിച്ചു. അവളും പറഞ്ഞു, എൻ്റെ ജീവിതം ഞാൻ ജീവിക്കണം. ഇനിയെങ്കിലും അവൾ സംസാരിക്കാതെ കുറച്ചു നേരം ഇരുന്നോളും എന്നവൻ മനസ്സിൽ കരുതി. പെട്ടെന്ന് അവൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു. താങ്ക് യു. ഇത് TWSയുടെ എഴുത്തുകാരനല്ലേ എന്നവൻ വിചാരിച്ചു. നിങ്ങളാണോ TWSയുടെ എഴുത്തുകാരൻ എന്ന് മെസ്സേജ് അയച്ചു. താങ്ക് യു. നീ കാരണം എൻ്റെ നോവൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. പിന്നെ ഒരു മത്സരത്തിന് എനിക്ക് പ്രൈസും കിട്ടി എന്ന് എഴുത്തുകാരൻ പറഞ്ഞു. TWSA കോമ്പറ്റീഷനിൽ വിജയിച്ചു എന്ന അത്ഭുതത്തോടെ അവൻ ആ മെസ്സേജ് വായിച്ചു. കൺഗ്രാജുലേഷൻസ്. ഏത് കോമ്പറ്റീഷനാണത് എന്നവൻ മെസ്സേജ് അയച്ചു. അത് അത്ര വലിയ കോമ്പറ്റീഷനൊന്നുമല്ല, അതുകൊണ്ട് നീ അറിയാൻ വഴിയില്ല. പിന്നെ സീരീസ് പണമെടുത്ത് ഉപയോഗിക്കുന്ന ഉള്ളടക്കമായി മാറും. നിൻ്റെ സപ്പോർട്ടിൽ ഞാൻ നിനക്കൊരു സ്പെഷ്യൽ പ്രസൻറ്റ് അയച്ചു തരാം. എൻ്റെ ഇമെയിൽ ID എന്താണ് എന്ന് എഴുത്തുകാരൻ ചോദിച്ചു. പ്രസൻറ്റോ എന്നവൻ ചോദിച്ചു. നീ കാരണമാണ് എൻ്റെ സ്റ്റോറി പബ്ലിഷ് ചെയ്യാൻ പറ്റിയത് എന്ന് എഴുത്തുകാരൻ പറഞ്ഞു. പ്രസൻറ്റ്? ഇത് ഗിഫ്റ്റ് കാർഡാണോ? എങ്കിൽ $50 ഗിഫ്റ്റ് കാർഡായാലും മതി എന്നവൻ വിചാരിച്ചു. അവൻ ഇമെയിൽ വന്ന് എന്ന ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്നു. ആ പ്രസൻറ്റ് വന്നു. എല്ലാത്തിനും നന്ദി. ഇന്ന് 7 മണി മുതൽ TWSA പണം ഉപയോഗിച്ച് കാണുന്ന സീരീസാകും. ഞാൻ നിങ്ങൾക്ക് ആശംസകൾ നേരുന്നു എന്ന് മെയിൽ വന്നു. 7 മണിക്ക് ശേഷം ഇപ്പോൾ സമയം 6:55. ഇനി 5 മിനിറ്റ് കൂടിയുണ്ട്. ഞാൻ എൻ്റെ ഫേവറേറ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കട്ടെ എന്നവൻ വിചാരിച്ചു. പെട്ടെന്ന് ആ നോവൽ വെബ്സൈറ്റിൽ കാണുന്നില്ല. അതിൽ നോട്ട് ഫൗണ്ട് എന്ന എറർ മെസ്സേജ് കാണിക്കുന്നു. ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരു സീരീസ് പെട്ടെന്ന് പെയ്ഡ് കണ്ടന്റ് ആകുമോ എന്നവൻ വിചാരിച്ചു. പെട്ടെന്നൊരു ബട്ടൺ അമർത്തിയ സൗണ്ട് കേട്ടു. കറണ്ട് പോയി. എന്തു പറ്റി എന്നവൾ ചോദിച്ചു. അത് ശക്തമായ കാറ്റും പൊടിയും ആ ട്രെയിനിൽ വീശി. എന്താണ് നടക്കുന്നത്? ടെററിസ്റ്റ് അറ്റാക്ക് ആണോ എന്ന് എല്ലാവരും പരിഭ്രാന്തിയിൽ ചോദിച്ചു. പെട്ടെന്ന് കുറച്ച് പേർ ഒരു ദിശയിൽ നോക്കി അലറി വിളിച്ചു. ഏതോ ഒരു ജീവി കുറുത്ത പല്ലുകൾ കടിച്ചിരിക്കുന്നു. സംഘ, നീ ഓക്കെ ആണോ എന്നവൻ ചോദിച്ചു. യെസ്. എന്താണ് സംഭവിക്കുന്നതെന്നറിയോ എന്നവൾ ചോദിച്ചു. പേടിക്കേണ്ട എന്നവൻ പറഞ്ഞു. 6:59. 7. പെട്ടെന്നൊരു ക്ലിക്ക് സൗണ്ട് കേട്ടു. കറക്റ്റ് 7 മണിയായി. അപ്പോൾ പെയ്ഡ് കണ്ടന്റ് എന്നവൻ ചിന്തിച്ചിരിക്കുന്ന സമയം. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. ദയവായി എല്ലാവരും ഇവിടെ നിന്നും ഒഴിഞ്ഞു പോവുക എന്ന അനൗൺസ്മെന്റ് വന്നു. എന്താണ് നടക്കുന്നത് ഡോക്ജ എന്നവൾ സംശയത്തോട് ചോദിച്ചു. കുറച്ച് മാറി ചുവന്ന നിറത്തിൽ എന്തോ വെട്ടിത്തിളങ്ങും. 8612 എന്ന ഗൃഹവ്യവസ്ഥയുടെ സൗജന്യ സേവനം അവസാനിച്ചു. പ്രധാന ദൃശ്യങ്ങൾ ഇപ്പോൾ ആരംഭിക്കും എന്ന പ്രത്യേക സ്വരത്തിൽ ഒരു അനൗൺസ്മെന്റ് വന്നു. ആ നിമിഷത്തിൽ അങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ ജേൺറ എന്നേക്കുമായി മാറി. ഒരു ജീവി കാഴ്ചയിലേക്ക് മുളച്ചു പൊന്തുമ്പോൾ അവിടെ നിന്ന് ആരോ പറഞ്ഞു അത് ഡൊക്കേബി ആണെന്ന്. ഡൊക്കേബി എന്നത് സൗത്ത് കൊറിയൻ പുരാണത്തിലെ ഒരു ജീവിയുടെ പേരാണ്. എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകാതെ എല്ലാവരും നിശ്ചലമായി നിന്നു. ആ നിമിഷം എങ്ങനെയാണ് എൻ്റെ ചിന്തയിൽ ആ വരികൾ വന്നതെന്ന് എനിക്കറിയില്ല. ട്രെയിൻ നിർത്തി. ക്യാബിനിൽ ഇരുട്ട് കയറി. എനിക്ക് സുപരിചിതമായ ഒരു കഥയുടെ ആദ്യത്തെ വരികൾ എൻ്റെ മൈൻഡിൽ വന്നുകൊണ്ടിരുന്നു.
പക്ഷെ ഒന്നും ബന്ധമില്ലാത്ത പോലെ തോന്നുന്നു എന്നവൻ കരുതി. അത് ഡൊക്കേബിയാണ് എന്നവൾ പറഞ്ഞു. റിയലിസ്റ്റിക്കായിട്ട് ചിന്തിച്ചാൽ ഇതൊക്കെ ഇമ്പോസിബിൾ ആണ്. പക്ഷേ പെട്ടെന്ന് മൊബൈൽ സ്ക്രീൻ അവൻ്റെ മനസ്സിൽ വന്നു. 2 കുഞ്ഞു കൊമ്പുകൾ, ഒരു പറക്കുന്ന ജീവി, ചെകുത്താനാണെന്ന് പറയാൻ പറ്റില്ല, മാലാഖയാണെന്നും പറയാൻ പറ്റില്ല എന്ന് സ്ക്രീനിൽ കാണിക്കുന്നു. പെട്ടെന്ന് അവരുടെ മുന്നിൽ റെഡ് കളർ വെളിച്ചം തെളിഞ്ഞു വന്നു. എല്ലാവരും ആ ദിശയിൽ നോക്കി. എന്താണതെന്ന് ആർക്കും മനസ്സിലായില്ല. എന്നാൽ അവന് ഇത് പരിചയമുള്ള പോലെ നോക്കി നിന്നു. ഇമ്പോസിബിൾ, അവൻ പറഞ്ഞു. അങ്ങനെ ആ ജീവിയെ നമ്മൾ ഡൊക്കേബി എന്ന് വിളിച്ചു. ഈ ജീവി ആകാശത്ത് പറന്നു നിൽക്കുന്നു. അത് ഒരേ സമയം മാലാഖ പോലെയും സാത്താനെ പോലെയും ഇരിക്കുന്നു. ഡോഗ്ജ അതിനെ നോക്കി നിന്നു. എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിന്നു. അതിൻ്റെ തലയിലെ കുഞ്ഞു കൊമ്പുകൾ ആളുകൾ കുറച്ച് ഭയത്തോടെയും കൗതുകത്തോടെയും നോക്കി. അതേസമയം യാഥാർത്ഥ്യവും ഫിക്ഷനും ഒന്നു ചേർന്നു. ആ ജീവി ആർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ സംസാരിക്കുന്നു. ഇതെന്താണ് പറയുന്നത്? ഇത് ഓഗ്മെന്റഡ് റിയാലിറ്റി ആണോ എന്നവർ സംശയിക്കുന്നു. ചിലർ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. എന്താണ് നടക്കുന്നതെന്ന് ഞാനല്ലാതെ വേറെ ആർക്കും മനസ്സിലാകുന്നില്ല എന്നവൻ മനസ്സിലാക്കി. ഇത് തീർച്ചയായും ഡൊക്കേബി തന്നെയാണ്. TWSAയിലെ ആദ്യത്തെ പാരഗ്രാഫിൽ ഇതിനെക്കുറിച്ചുണ്ട്. ഈ ജീവി TWSAയിലെ ആയിരക്കണക്കിന് ചാപ്റ്ററുകളിൽ ദുരന്തം വിതച്ചിട്ടുണ്ട്. ഇത് ഇമ്പോസിബിൾ ആണ്. ആ നോവലിലെ അതേ ഡൊക്കേബി ഇപ്പോൾ എൻ്റെ കൺമുന്നിൽ എന്നവൻ വിചാരിച്ചു. അത് സ്പാനിഷ് ഭാഷ ആയിരിക്കുമോ സംസാരിക്കുന്നതെന്ന് അവൾ അവനോട് പറഞ്ഞു. ഇപ്പോൾ ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നുന്നില്ല എന്നവൻ പറഞ്ഞു. ടെസ്റ്റിംഗ്. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഈ ഭാഷയുടെ പേച്ചിൽ നിന്ന് പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ആ ജീവി അനൗൺസ് ചെയ്തു. നിങ്ങൾ ഇതെന്താണ് ചെയ്യുന്നത് എന്ന് അതിലൊരാൾ പറഞ്ഞു. എന്താ എന്ന് ആ ജീവി ചോദിച്ചു. നിങ്ങൾ സിനിമ ഷൂട്ട് ചെയ്യുന്നു, എനിക്കൊരു ഓഡീഷൻ ഉണ്ട് എന്നവൻ പറഞ്ഞു. ഈ സമയത്ത് ഓഡീഷനോ? ഞാൻ കുറച്ചുകൂടെ റിസർച്ച് ചെയ്യേണ്ടതായിരുന്നു. 7 PM പേവാൾ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കസ്റ്റമേഴ്സ് കാണുമെന്ന്. എല്ലാവരും ശാന്തരാവുക. എല്ലാവരും അവരവരുടെ സീറ്റിൽ പോയിരിക്കുക. എനിക്ക് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് എന്ന് ആ ജീവി പറഞ്ഞു. ഇതെന്ത് കഷ്ടമാണ്, ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യ് എന്ന ആളുകൾ ദേഷ്യപ്പെടാൻ തുടങ്ങി. നിങ്ങൾക്ക് ആരാണ് പെർമിഷൻ തന്നത് നമ്മുടെ സമയം കളയാൻ എന്നെല്ലാവരും അവരവരുടെ പ്രശ്നങ്ങൾ ദേഷ്യത്തിൽ പറയാൻ തുടങ്ങി. എനിക്കുറപ്പാണ് ഈ കഥ ഏത് ദിശയിലാണ് പോകാൻ പോകുന്നതെന്ന്. ഇത് തടയണം, പക്ഷെ എങ്ങനെ എന്നവൻ ചിന്തിച്ചു. അവൻ സംഖ്യയെ അനങ്ങരുതെന്ന് ഉപദേശിച്ചു. ഇവിടെ വളരെ ഒച്ചപ്പാടാണല്ലേ, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ മിണ്ടാതിരിക്കാൻ എന്ന് ആ ജീവി ഉച്ചത്തിൽ അലറി. ആ ജീവിയുടെ ശബ്ദവും പ്രവൃത്തികളും മാറി. അവിടെ നിന്ന് ഒരാളുടെ തല പൊട്ടിത്തെറിച്ചു. എല്ലാവരും അവർ ഇപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷന്റെ ആഴം മനസ്സിലാക്കാൻ തുടങ്ങി. ഞങ്ങൾ ഇവിടെ സിനിമ അല്ല ഷൂട്ട് ചെയ്യുന്നത്. ഈ സ്വപ്നവുമല്ല, ഇത് നോവലുമല്ല. ഈ യാഥാർത്ഥ്യം നിങ്ങൾക്ക് പരിചയവുമില്ല. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് എന്ന് ആ ജീവി പറഞ്ഞു. ഇതെല്ലാം വിശ്വസിക്കാൻ പറ്റാതെ അവനും അവളും നോക്കി നിന്നു. ഇത് സ്വപ്നമല്ല, ഇതാണ് സത്യം. എൻ്റെ സംശയങ്ങൾ ഓരോന്നായി മാഞ്ഞു പോകുന്നു. ബ്ലഡ് കൊണ്ട് പെയിന്റ് ചെയ്ത തറയിൽ ഞാൻ നോക്കി നിൽക്കുമ്പോൾ എന്ന് അവൻ ചിന്തിച്ചു കൊണ്ടിരുന്നതും, നിങ്ങളെല്ലാം സുഖത്തിൽ ജീവിച്ചു പോവുകയായിരുന്നല്ലേ. നിങ്ങൾ ഫ്രീ ആയിട്ട് ശ്വസിച്ചു, കഴിച്ചു, ടോയ്ലറ്റിൽ പോയി, റീപ്രൊഡക്ഷൻ ചെയ്തു. തികച്ചും ഫ്രീ ആയി നിങ്ങൾ ജീവിതം നന്നായി എൻജോയ് ചെയ്തു. പക്ഷേ ഇനി ഇതെല്ലാം പഴയ കഥ. ഈ ജീവിതത്തിൽ ഒന്നും ഫ്രീ അല്ല, അല്ലേ എന്ന് ഭയപ്പെടുത്തുന്ന രൂപത്തിലും സ്വരത്തിലും ആ ജീവി പറഞ്ഞു. നിനക്ക് പണമാണോ വേണ്ടത്? ആ ജീവിയുടെ മുന്നിൽ കോട്ട് സൂട്ടിട്ട ഒരാൾ വന്ന് ചോദിച്ചു. സംഘ, അത് ഫൈനാൻസ് ടീമിലെ മിസ്റ്റർ ഹാൻ അല്ലേ എന്ന് ഡോഗ്ജ അവളോട് ചോദിച്ചു. നിനക്ക് പണമാണോ വേണ്ടത്? ഞാൻ നീ ചോദിക്കുന്ന പണം തരാം. എത്ര വേണം? 1 മില്യൺ, 2 മില്യൺ എന്നവൻ പറഞ്ഞു. ഓഹോ, അപ്പോ നീ എനിക്ക് പണം വാഗ്ദാനം ചെയ്യുകയാണോ? പണം നല്ലതാണ്. മനുഷ്യർ തമ്മിലുള്ള ഇടപാടുകൾ ഡീൽ ചെയ്യാൻ പണം തന്നെയാണ് നല്ലത്. അതെ, പണമെല്ലാമാണ് എന്ന് അയാൾ മനസ്സിൽ ചിന്തിച്ച് സന്തോഷിച്ചു. പെട്ടെന്ന് ആ പേപ്പർ കത്തി നശിച്ചു. പക്ഷെ ഈ യാഥാർത്ഥ്യം നിങ്ങളുടെ സ്ഥലത്തിനും സമയത്തിനും മാത്രമേ ഉപയോഗമുള്ളൂ. ഈ മാക്രോസ്കോപ്പിക് ഡയമെൻഷനിൽ ഇതിന് പ്രസക്തിയില്ല. ഇനി ഇതുപോലുള്ള പ്രവൃത്തികൾ ആവർത്തിക്കാൻ പാടില്ല. ഞാൻ നിനക്ക് അവസാന താക്കീത് തരുന്നു. ഇല്ലെങ്കിൽ നിന്റെ തല ഞാനിപ്പോ പൊട്ടിക്കും. വെറുതെ സംസാരിച്ചു നിൽക്കാൻ സമയമില്ല. നമ്മളിപ്പോൾ സംസാരിക്കുന്ന വേളയിൽ നിങ്ങളുടെ കടങ്ങൾ കൂടി വരുന്നു. ഞാനിനി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾ ഇനി മുതൽ പെട്ടെന്ന് അധ്വാനിച്ച് കാശ് സമ്പാദിക്കൂ എന്ന് ആ ജീവി പറഞ്ഞു. അപ്പോൾ തന്നെ അതിൻ്റെ കൊമ്പുകൾ വലുതായി. അത് അട്ടഹസിച്ചുകൊണ്ട് പറക്കാൻ തുടങ്ങി.
ചാനൽ നമ്പർ BI7623 ഇപ്പോൾ തുറക്കുന്നു. ഇപ്പോൾ കോൺസ്റ്റലേഷൻസ് എൻട്രൻസ് ചെയ്യുന്നു എന്ന അനൗൺസ്മെൻറ്റിൽ വന്നു. എല്ലാവരുടെയും മുന്നിൽ ഒരു സ്ക്രീൻ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. എല്ലാവരും അതൊക്കെ ഭയത്തോടെ കണ്ടു നിന്നു. ഡോഗ്ജിയുടെ മുന്നിൽ ഒരു സ്ക്രീൻ വന്നു. അതിലൊരു മെസ്സേജ് കാണിക്കുന്നു. മെയിൻ സിനാരിയോ ആഗമനം. സിനാരിയോ 1, നിങ്ങളുടെ മൂല്യം തെളിയിക്കുക. 1 അതിലധികമോ ജീവജാലങ്ങളെ കൊല്ലുക. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. രസകരമായ ഒരു കഥ കാണാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു.